പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതെന്നാണ് സംഭവം എന്നറിയാമോ? 2022 അതായത് പഞ്ചായത്ത്, അവിടുത്തെ ജനങ്ങൾ, നല്ല ചുണക്കുട്ടന്മാരായിട്ടുള്ള ജനങ്ങൾ പഞ്ചായത്ത് ഉപരോധിച്ചു. ആദ്യം റോഡിൽ വേലി കെട്ടിയതിന് ശേഷം അവർ പഞ്ചായത്ത് ഉപരോധിച്ചു. പഞ്ചായത്ത് ഉപരോധിച്ചപ്പോൾ കിട്ടിയ ഉറപ്പാണ് കുറുപ്പിൻ്റെ ഉറപ്പ്. ഇത് നമ്മുടെ കവിയിൽ മുക്കിൽ നിന്ന് തെക്കോട്ട് വരുമ്പമുള്ള അംഗനവാടിയാണ്. ഇത് അതിനോട് ചേർന്നുള്ള ആയുർവേദ കെട്ടിടമാണ്, ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇത് കവിമുക്കിൽ നിന്ന് തെക്കോട്ട് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന റോഡാണ്. അതായത് വർഷങ്ങളായിട്ട് ശ്വാസം കിട്ടാതെ മരിച്ചുപോയ കുറേ റോഡുകളാണ് ഇതൊക്കെ. പിന്നെ പരിസരവാസികൾ അത്യാവശ്യം ഇത്തിരി വേസ്റ്റൊക്കെ ഇറക്കിയിട്ടൊന്ന് അവർക്കൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടോ, കാരണം ഓട്ടോ വിളിച്ചാൽ വരണ്ടേ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓട്ടോക്കാർ ഇങ്ങോട്ട് 30 രൂപയുടെ ഓട്ടത്തിനായിട്ട് വരുമ്പോഴേ ഒരു 3000 രൂപയുടെ സ്പെയർ പാർട്സ് അവരും വാങ്ങിക്കണം. ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അല്ലേ. ഇത് വല്ലാത്തൊരു ജനാധിപത്യമായിപ്പോയി. ഒരുപാട് സർക്കാർ തലത്തിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരു പഞ്ചായത്താണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് പഞ്ചായത്തിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് അല്ലേ. പഞ്ചായത്തിൻ്റെ, കുലശേഖരപുരം പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമാണ്. വർഷങ്ങളായിട്ട് ചക്രശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകൾ നോക്കേ. ഒരു വർഷത്തെ കരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വൈര്യം തരുമോ? നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ റോഡിലെല്ലാം പഞ്ചായത്തിന് ടാക്സ് കിട്ടുന്ന നിരവധി സംരംഭങ്ങളും ഉണ്ട് കേട്ടോ. ഈ നാനാ പട്ടേക്കറിൻ്റെ ഒരു ഡയലോഗുണ്ട്, സല ഏക്ക് മച്ചർ ആദ്മിക്കോ ഹിജഡ ബനാ ദേത്താ ഹൈ. ഇത് ഒരു മച്ചറല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും മച്ചറാക്കിയിരിക്കുകയാണ്. പറയാനാണെങ്കിൽ കുന്നോളമുണ്ട് സഹോദരങ്ങളെ, പക്ഷെ പറഞ്ഞാലും തീരില്ല. ഇത് വ്യക്തിപരമായ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ആരോടുമില്ല. പക്ഷേ പൊതുനിരത്തിലൂടെ ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി, ഒന്ന് ആയുർവേദ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി, ഒന്ന് അംഗനവാടിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചാൽ ആ ഓട്ടോ വരില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സ്പെയർ പാർട്സുകൾ അവർ 30 രൂപയുടെ ഓട്ടോ ഓടിയാൽ 30,000 രൂപയുടെ മെയിൻ്റനൻസ് അവർ ചെയ്യേണ്ടതായിട്ട് വരും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ നോക്കിയാൽ തന്നെ പ്രതിവർഷം പഞ്ചായത്തിന് എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവഴിച്ചു, ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തു,
ഇതെല്ലാം ഇന്ന് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ജനങ്ങളെന്നും കഴുതകളാണ് എന്ന മനോഭാവം തീർച്ചയായിട്ടും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ആനന്ദ ജംഗ്ഷനിലെ ഓട്ടോക്കാരും ആനന്ദ ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് വരെ ഉള്ള ജനങ്ങളും നേരെ സ്വർഗത്തിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്നറിയോ, വലിയ വലിയ പരീക്ഷണങ്ങൾ ഇവിടെ നേരിട്ടവരാണ്. ഈ റോഡ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, മരിക്കുമ്പം തന്നെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് തള്ളിവിടുക. കാരണം ചോദ്യം ചോദിക്കേണ്ട ആവശ്യകതയില്ല. അത്രമാത്രം ഈ ഭൂമിയിൽ അനുഭവിച്ചു എന്ന് ദൈവത്തിന് കൃത്യമായി മനസ്സിലാക്കാം. കാരണം റോഡിൻ്റെ അവസ്ഥ അതാണ്. ഇല്ലേ, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളെ സംരക്ഷിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്ക് ഉതകുന്നവരെ നോക്കിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അവിടെ മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊന്നും രാഷ്ട്രീയം പൊതുവെ നോക്കാറില്ല, അല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു പണിക്കാരനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതൊക്കെ ആയിരിക്കും സ്ഥിതി എന്ന് വേണം ചിന്തിക്കാൻ. ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞത്, ഒരു വാർഡ് മെമ്പറെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പഞ്ചായത്തിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിവിടെ വേലിയല്ല കുഴിയെടുക്കുക എന്ന് പറഞ്ഞാലും അതിനകത്തൊന്നും പറയാനില്ല. എന്താണെന്നറിയാമോ, ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ജനാധിപത്യം തന്നെ. ജനങ്ങൾക്ക് മുമ്പിൽ അധികാരികളും പോലീസും ഒന്നുമല്ല. കാരണം ജനങ്ങൾ നിയമത്തെ അനുസരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ 2025 ഉടനെ ആശ്വാസം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഒരു 3-4 മാസത്തെ സമയത്തിനുള്ളിൽ ഇത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂട്ട് പഞ്ചായത്ത് ഉപരോധിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അവിടെ നിന്ന് എടുത്ത് ഹൈവേയിലോട്ട് മാറ്റി വെക്കുകയോ, അപ്പോൾ ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്യും കേട്ടോ. എന്നും നമുക്ക് അധികാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് വരില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. നന്ദി.